Architecture of 8085 microprocessor. Next function എന്താന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞു, മൈക്രോപ്രൊസസ്സർ ഇനീഷ്യേറ്റഡ് ഓപ്പറേഷൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻറ്റേർണൽ ഡാറ്റ ഓപ്പറേഷൻസ് ആണ് വേണ്ടത്. ഇൻറ്റേർണൽ ഡാറ്റ ഓപ്പറേഷൻ പറഞ്ഞാൽ എന്താണ്? ഈ ഡാറ്റയിൽ ഉണ്ടാക്കുന്ന ഓപ്പറേഷൻ. That is, it determines how and what operations can be performed with the data. എന്തൊക്കെ ഓപ്പറേഷൻസ് ആവാം? എന്ത് ചെയ്യണം? 8-bit ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ആവാം. നെക്സ്റ്റ് എന്താവാം? പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. ദെൻ തേർഡ് ടെസ്റ്റ് ഫോർ കണ്ടീഷൻ. ദെൻ സീക്വൻസ് ദി എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. Then store data temporarily during execution in the defined read or write memory location called stack. ഓക്കെ, എന്തൊക്കെയാണ്? ഇത്രയും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്? നമുക്ക് രജിസ്റ്റേഴ്സ് ആവശ്യമാണ് അല്ലേ? ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? രജിസ്റ്റേഴ്സ് ആവശ്യമാണ്. ദെൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആരാവശ്യമാണ്? ALU ആവശ്യമാണ്. ടെസ്റ്റ് ഫോർ കണ്ടീഷൻ, അതിനൊരാവശ്യമാണ് ഫ്ലാഗ്സ് ആവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് എന്തുണ്ട്? സീക്വൻസ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട് 8085. ഡാറ്റനെ എക്സിക്യൂഷൻ ടൈം ടെമ്പററി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് ഉണ്ട്. അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സ്റ്റാക്ക് പോയിൻ്ററും ഉണ്ട്. ഇതിൽ 8085. അതിനെ പറ്റിയിട്ട് ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് രജിസ്റ്റേഴ്സ്. ഇപ്പോൾ രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? 8-bit ഡാറ്റയെ പ്രോഗ്രാമിൻ്റെ ടൈമിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. 8085 കേസിൽ 6 8-bit രജിസ്റ്റേഴ്സാണ് ഉള്ളത്. ഈ പോയിൻ്റർ കാണിക്കുന്നിടത്ത് നോക്കിയാൽ അറിയാം. B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, H ഉണ്ട്, L ഉണ്ട്. ഇതാണ് 6 ജനറൽ പർപ്പസ് രജിസ്റ്റർ 8085 കേസിൽ. ഈ രജിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ രജിസ്റ്റേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് 8-bit രജിസ്റ്റേഴ്സായി പ്രോഗ്രാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 16-bit രജിസ്റ്റർ പെയറായിട്ട് യൂസ് ചെയ്യാം. ഏതൊക്കെ രജിസ്റ്റർ പെയർസ് അവൈലബിൾ ആണ്? BC പറഞ്ഞിട്ട് രജിസ്റ്റർ പെയർ അവൈലബിൾ ആണ്. DE പറഞ്ഞിട്ട് രജിസ്റ്റർ പെയർ അവൈലബിൾ ആണ്. HL പറഞ്ഞിട്ട് വേറെ രജിസ്റ്റർ പെയർ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് എത്ര സെറ്റ്? 3 സെറ്റ് ഓഫ് രജിസ്റ്റർ പെയർസ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ALU. അക്യുമുലേറ്റർ ദാറ്റ് ഈസ് ഓൾസോ എ 8-bit രജിസ്റ്റർ. ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഓപ്പറേഷൻ അരിത്തമെറ്റിക്കോ ലോജിക്കോ ആയിക്കോട്ടെ, അതിൻ്റെ റിസൾട്ട് വന്ന് സ്റ്റോർ ചെയ്യുന്നതിലായിരിക്കും അക്യുമുലേറ്ററിലാണ്. സോ ഇത് ഏതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ 8-bit ഡാറ്റ ആൻഡ് ഇൻ പെർഫോമിംഗ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫ്ലാഗ് രജിസ്റ്റർ. നെക്സ്റ്റ് ഫ്ലാഗ്സ് ആണ്. നമുക്കറിയാം ഫ്ലാഗ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിംഗ് ഫോർ ഡാറ്റ കണ്ടീഷൻസ്. അതായത് ഒരു ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അക്യുമുലേറ്ററിൻ്റെ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിൻ്റെ ഡാറ്റയെ ബേസ് ചെയ്തിട്ട് മൈക്രോ പ്രോസസ്സറിൽ ചില ഫ്ലിപ്പ് ഫ്ലോപ്സ് സെറ്റും റീസെറ്റും ചെയ്യുന്നുണ്ട്. ആ ഫ്ലിപ്പ് ഫ്ലോപ്സിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ALU includes 5 flip-flops that are set or reset according to data conditions in the accumulator and other registers. അതായത് ഫ്ലാഗ്സ് ഏതിൻ്റെ ഭാഗമാണ്? ALUവിൻ്റെ ഭാഗമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിംഗ് ഫോർ ഡാറ്റ കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 8085 കേസിൽ 5 ഫ്ലാഗ്സ് ആണ് ഉള്ളത്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ്. സൈൻ ഫ്ലാഗ് പറഞ്ഞാൽ സാധാരണ സൈൻ ഫ്ലാഗിൻ്റെ ഇമ്പോർട്ടൻസ് സൈൻ നമ്പർ സിസ്റ്റത്തിലാണ്.
ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രജിസ്റ്ററിലത്തെ അല്ലെങ്കിൽ അക്യുമുലേറ്ററിലത്തെ ഡാറ്റ ആണ് നമ്മൾ നോക്കുന്നത്. ആ ഡാറ്റ അതിൻ്റെ D7th പൊസിഷൻ 1 ആയി സെറ്റ് ചെയ്യുകയാണെങ്കിൽ സൈൻ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. അതർവൈസ് ഇറ്റ് വിൽ റീസെറ്റ്. ദെൻ സീറോ ഫ്ലാഗ്. ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് 0 ആയി വരികയാണെങ്കിൽ സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യും. നെക്സ്റ്റ് ഓക്സിലറി ക്യാരി. ഇത് നിങ്ങൾക്കൊരു പുതിയതായിരിക്കും. That is when a carry is generated by digit D3 and passed on to D4, auxiliary carry is set, അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യും. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ച് മനസ്സിലാവും. ദെൻ പാരിറ്റി. പാരിറ്റി പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടിലെ ആകെയുള്ള വൺസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് റീസെറ്റ് ചെയ്യും. അത് ഈവൺ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്യാരി ഫ്ലാഗ്. നമുക്കറിയാം 8-bit ഡാറ്റേനെയാണ് 8085 പ്രോസസ്സ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഡാറ്റാബേസ് എത്രയായിരുന്നു? 8-bit വൈഡ് ആണ്. അതുകൊണ്ട് നമ്മൾ 8085നെ 8-bit മൈക്രോ പ്രോസസ്സർ വിളിക്കുന്നു. അതിൻ്റെ വേർഡ് ലെങ്ത് 8-bit ആണ്. സോ 8 ബിറ്റ് കഴിഞ്ഞിട്ട് 9ാമത്തെ ബിറ്റിൽ, ദാറ്റ് ഈസ് D7ന് D8ലേക്ക് ഒരു ക്യാരി ഓവർ ഉണ്ടാവുകയാണെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് റീസെറ്റ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. 2 ഡാറ്റയാണ്, 1000യും 1100. ഫസ്റ്റ് ഡാറ്റ 10100101 സെക്കൻഡ് ഡാറ്റ. അഡിഷൻ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. 0 + 1 1, 0 + 0 0, 1 + 1 0, carry 1, 1 + 1 0, then carry 1, 1 + 0 + 0 1, 0 + 1 1, 0 + 1 0, 1 + 1 0, carry 1. സോ D7 ആണ് ഈ പൊസിഷൻ. D7 എങ്ങോട്ട് വന്നിട്ടുണ്ട്? D8ലേക്ക് ക്യാരി വന്നിട്ടുണ്ട്. therefore ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തു. റിസൾട്ട് 8 ബിറ്റാണ്. റിസൾട്ട് 0 അല്ലാത്തതുകൊണ്ട് സീറോ ഫ്ലാഗ് റീസെറ്റ് ചെയ്തു. ഈ റിസൾട്ടിലെ നമ്പർ ഓഫ് വൺസ് ഒരു 1, 2, 1, 3. സോ ഓഡാണ്. സോ പാരിറ്റി ഫ്ലാഗ് എന്ത് തന്നെ റീസെറ്റ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ള സൈൻ ഫ്ലാഗ്. സൈൻ ഫ്ലാഗ് D7th പൊസിഷൻ എന്താണ്? 0 ആയതുകൊണ്ട് സൈൻ ഫ്ലാഗ് എന്ത് ചെയ്തു? റീസെറ്റ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ഓക്സിലറി ക്യാരിയാണ്. ഓക്സിലറി ക്യാരിയിൽ D3 പൊസിഷനിൽ D4 പൊസിഷനിലേക്ക് ഓപ്പറേഷൻ്റെ ടൈമിൽ ക്യാരി ഉണ്ടാവുകയാണെങ്കിൽ ഈ കേസിൽ നോക്കിക്കോളൂ. 0 + 1 1, 0 + 0 0, 1 + 1 0, then 1, 1 + 1 0. ഇവിടുന്ന് ഇതാണ് D3 പൊസിഷൻ. ഇവിടുന്ന് ഇവിടേക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഒരു ക്യാരി ഓവർ ഉണ്ടാവുന്നുണ്ട്. സോ ഓക്സിലറി ക്യാരി എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. ഓക്കെ. പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ പറഞ്ഞാൽ ദാറ്റ് ഈസ് എ 16-bit രജിസ്റ്റർ. ദാറ്റ് ഈസ് എ മെമ്മറി പോയിന്റർ. എന്താണ് മെമ്മറി പോയിന്റർ? ഒരു മെമ്മറി ലൊക്കേഷനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റർ. ഓക്കെ, ഇവിടെ 8085ൻ്റെ കേസിൽ ഒരു മെമ്മറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ അഡ്രസ്സായിരിക്കും ആരിലുണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ 4th ഓപ്പറേഷൻ, ദാറ്റ് ഈസ് സീക്വൻസിങ് ദി എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും? അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? മെമ്മറി പോയിന്റർ ഉപയോഗിക്കുന്നത്. മെമ്മറി പോയിന്ററിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? നെക്സ്റ്റ് ബൈറ്റ്, എക്സിക്യൂഷൻ്റെ ആവശ്യമായ നെക്സ്റ്റ് ബൈറ്റ് ഏത് മെമ്മറി ലൊക്കേഷനിലാണോ കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ് ഏതിൽ കിടക്കുന്നുണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിൽ കിടക്കുന്നുണ്ടാവുക. ദി ഫങ്ഷൻ ഓഫ് പ്രോഗ്രാം കൗണ്ടർ ഈസ് ടു പോയിന്റ് ടു ദി മെമ്മറി അഡ്രസ് ഫ്രം വിച്ച് നെക്സ്റ്റ് ബൈറ്റ് ഈസ് ടു ബി ഫെച്ച്ഡ്. When a byte is being fetched, the program counter is incremented by 1
to point to the next memory location. ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് പോയിന്റ് ഔട്ട് ചെയ്യും ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്റർ ഒരു മെമ്മറി പോയിന്റർ ആണ്. സോ അതും എത്ര വൈഡ് ആയിരിക്കും? 16 ബിറ്റ് വൈഡ് ആയിരിക്കും. അതിന് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാക്ക്? സ്റ്റാക്ക് പറഞ്ഞാൽ റീഡ് ഓർ റൈറ്റ് മെമ്മറിയിൽ എക്സിക്യൂഷൻ ടൈമിലെ ഡാറ്റ ടെമ്പററി ആയി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്മറീസിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് പോയിന്ററിൽ എന്തായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്? സ്റ്റാക്കിൻ്റെ ബിഗിനിങ് അഡ്രസ്സ് ആയിരിക്കും ഏതിലുണ്ടാവുക? സ്റ്റാക്ക് പോയിന്ററിൽ ഉണ്ടാവുക. The beginning of the stack is defined by loading a 16-bit address in the stack pointer. Okay. Thank you.